നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം നമ്മളറിയാതെ തന്നെ പേഴ്സണാലിറ്റികളുണ്ട്. നമ്മൾ ആ പേഴ്സണാലിറ്റികൾ നമ്മുടെ ജീവിതത്തിലും അതുപോലെ നമ്മുടെ കുടുംബജീവിതത്തിലും അതെങ്ങനെ ബാധിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നുണ്ടോ അതോ നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുകയാണോ എന്നതിനെക്കുറിച്ചൊരു വീഡിയോയാണ്. അതിൽ നമുക്ക് നമ്മുടെ സ്വഭാവത്തെ തിരിച്ചറിയുക, അത് നമുക്ക് മോശമായിട്ടുള്ളതാണെങ്കിൽ നമുക്കതിൽ നിന്ന് പുറത്തിയാടുക, നല്ലതാണെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ കൂടെയുള്ളത് അജയ്യാണ്. അദ്ദേഹം ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്സിലും വെൽബീയിങ്ങിലും ആൾക്കാരെ മോശപ്പെട്ട ജീവിതത്തിൽ കഴിയുന്നവരാണെങ്കിൽ, അവർ സന്തോഷം നഷ്ടപ്പെട്ടവരാണെങ്കിൽ അവർ വെൽബീയിങ്ങിലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന സർവീസാണ് ചെയ്യുന്നത്. അജയ്, നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? അതല്ലേ, നമ്മൾ പല ആൾക്കാർക്കും പേഴ്സണാലിറ്റികളുണ്ട്. എനിക്കുണ്ട് പേഴ്സണാലിറ്റി, പക്ഷെ പലരും എനിക്കറിയത്തില്ല എൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത് നമുക്ക് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അപ്പം നമുക്ക് പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. ഓരോരുത്തരും ബിൽഡ് ചെയ്തേക്കുന്ന പേഴ്സണാലിറ്റി പല ഇതിലാണ്. അപ്പോൾ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ഗ്രോയിങ് സ്റ്റേജ് എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ആ ഒരു പേഴ്സണാലിറ്റി. നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ പുറത്തുനിന്ന് സ്വീകരിക്കുന്നതാണോ അതോ? അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കുന്ന പേഴ്സണാലിറ്റിയാണ്. അല്ലെങ്കിൽ ഓരോരുത്തരുടെ സാഹചര്യങ്ങളാവാം, ഓരോരുത്തരുടെ എക്സ്പോഷർ ആവാം, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ആവാം, അല്ലെങ്കിൽ അവരുടെ ലെവൽ ഓഫ് അവയർനെസ് ആവാം, അല്ലെങ്കിൽ അവരുടെ മീൻസ് റീഡിങ് ആവാം, അല്ലെങ്കിൽ അവരുടെ ഇൻട്രാക്ഷൻസിലാവാം. അപ്പം നമ്മൾ ജനറലി ഒരു 4 ടൈപ്പിലുള്ള പേഴ്സണാലിറ്റി ആണ്. മീൻസ് നമുക്ക് ഇൻട്രോവേർട്ട് ഉണ്ട്, എക്സ്ട്രോവേർട്ട് ഉണ്ട്, അപ്പം വളരെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ളവരുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് കൊണ്ടുവരുന്ന ഡിസ്ക് മോഡലിൻ്റെ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. പക്ഷെ അത് നമ്മളെ ജീവിതത്തിൽ ഇതിനെല്ലാം കുറിച്ചുള്ള മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. എല്ലാവർക്കും പേഴ്സണാലിറ്റി ഉണ്ട്, പക്ഷേ ആ പേഴ്സണാലിറ്റി ചിലർക്ക് ചില കാര്യങ്ങൾക്ക് സ്ട്രെങ്ത് ആയിരിക്കാം, ചില കാര്യങ്ങൾക്ക് വീക്ക് ആയിരിക്കാം. പക്ഷേ നമ്മൾ ആ എല്ലാ കാര്യങ്ങളിലും എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും അവരവരുടെ സ്ട്രെങ്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതാണ് എൻ്റെ പേഴ്സണാലിറ്റി സ്ട്രെങ്ത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതലായിട്ട് അതിനെ പരിപോഷിപ്പിക്കാം. അത് നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് കൂടുതൽ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ വീക്ക്നെസ് ഏത് ആസ്പെക്റ്റിലാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൽ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സിമ്പിളായിട്ട് കറക്റ്റ് ചെയ്താൽ നമ്മുടെ ലൈഫിലെ ഇൻട്രാക്ഷൻസിൽ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്താവാം, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലാവാം, നമ്മുടെ പാരൻറ്റിങ്ങിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ബിസിനസ്സിലാവാം, അല്ലെങ്കിൽ നമ്മളിതിപ്പം ജോലി സ്ഥലത്തൊക്കെ ഇത് വളരെ റെലവൻ്റ് ആണ്. അപ്പം അത് നമ്മൾ അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആൾക്കാർ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം കുറച്ചും കൂടെ ബെറ്ററായിട്ട് ലീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ സന്തോഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് അവയർനെസ് നമുക്ക് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പം ജിൽസ് ഏത് പേഴ്സണാലിറ്റി എന്നാണ് വിചാരിക്കുന്നത്? ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ചില സമയത്ത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും തന്നെ അറിയത്തില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ വല്ലപ്പോഴും ആലോചിക്കും, പക്ഷെ നമ്മൾ എൻ്റെ പി ഒരിടത്ത് അതാണ് ഒരു പ്രശ്നം. മെയിനായിട്ട് എത്ര പേരുള്ളത്? അപ്പം നമ്മളൊരു 4 ടൈപ്സ് ഓഫ് ഇതാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, some people are dominant, alright? Some people are so influensive, right? Some people are so like they are so caring, like they are kind of mother nature, or they are, and other next one is like they are so conscious. അവരെന്ത് കാര്യങ്ങൾ ചെയ്താലും എല്ലാം അരച്ച് കലക്കി മനസ്സിലാക്കി ഡീപ്പായിട്ടുള്ള റിസർച്ച് ചെയ്ത് അസസ്മെന്റ് ചെയ്തിട്ടാണ്. അതാണ് കോൺഷ്യസ്നസ്. അപ്പോൾ ദേ ആർ ഗുഡ്. ഓക്കെ, സോ നമ്മൾ ഇതെല്ലാത്തിനും അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷെ when it is going to the extreme, that is the problem, right? So let's go with that the last one. Okay. You know, like I means like our conscious personality അല്ലെങ്കിൽ they are kind of assessor. They dive deep into the depth of the details. Okay. They do lots of analysis, paralysis, they do lots of research. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ നമ്മൾ സിമ്പിളായിട്ട് പറയാം, നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോയാൽ ചില ആൾക്കാർക്ക് എനിക്കിത് ആവശ്യം, ഞാനത് വാങ്ങിച്ചു. Right? They just made it. Correct. But ചില ആൾക്കാർ പക്ഷെ അങ്ങനെയല്ല. തപ്പിത്തേടി പൈസയും നോക്കി ക്വാളിറ്റി നോക്കി സെയിൽ നോക്കി മേടിക്കും. So they look അങ്ങനെ മേടിക്കാൻ പറ്റുള്ളൂ. So they look for the sales, they look for the review, and they compare and contrast, and then finally still they make a final decision. Probably it is the wise decision, but
it might take time, right? So let's stay in there. So imagine, so let's go on the other part. There's a dominant person. Dominant person is like a leader. So they want the target to be done. They want to be things to be done now or within that time frame, right? So this is where the problem, right? So those person, they have a bigger goals in their life. They look into the future. They are kind of visionary. So they are dominant people. So normally they say that's like a red person. So that means they are leaders, and they kind of, I mean, it's like all the leadership and the visionaries that comes in there. So they have a bigger picture, the bigger understanding. So they are the red people. But thing is, what happens? Imagine a red person living with a blue person. So the conscious person. Right? Okay. The problem is the red person Force. Oh, I want to do it now, right? But the blue person Can't do it. can't do it because they have to find the fact. They have to make sure this is right. അത് അവർക്ക് കൺവിൻസ് ആവണം, എന്നാലും അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സമയം എടുക്കും. അതെ, അത് റിവ്യൂ ചെയ്യണം, ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ ഡീറ്റെയിൽ മനസ്സിലാക്കി കഴിഞ്ഞ് ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് പൂർണ്ണമായ ബോധ്യം ഒട്ടേ ഇത് ചെയ്യാൻ. They don't take any risk. Okay, let's go on to the next category. അതിനകത്ത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അപ്പോൾ അവർ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞപ്പം ഇത് മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവന് കാര്യങ്ങളൊക്കെ ഒരുപാട് ചിന്തിച്ച് തീരുമാനമെടുക്കുന്നതാണ്. ഇവൻ്റെ വൈഫ് ഫാസ്റ്റ് മൂവിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ ഇവൻ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് തീരുമാനം എടുത്തു, ആ വീട് മേടിക്കണം തീരുമാനിച്ചു, ആ വീട് മേടിക്കുക കാര്യങ്ങളാണ്. ഇവന് പേടിയാണ് ആ വീട് ആരെങ്കിലും തല്ലിപ്പൊട്ടിക്കുകയോ പൈസ തരാതിരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവസാനം അവർ സെപ്പറേറ്റ് ആകേണ്ടി വന്നു. അപ്പോൾ അത് എനിക്ക് ഈ രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എക്സ്ട്രീമാണ് അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയുന്നത് ന്യൂട്രൽ, വേർ ക്യാൻ വി ന്യൂട്രലൈസ്, റൈറ്റ്? Where can we come to the common agreement? Where can we find the common priorities and what is their needs and wants in their family or in their settings, what is most important to them. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരാതെ, ലൈക്ക് I know that everyone has their needs and wants and dreams, പക്ഷേ ആ ഒരു മിഡിൽ പോയിന്റിൽ, because we need to consider both sides. അടുത്ത ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞു, ഈവൻ ലൈക്ക് this is also like connected to the extroverted personality. It's like a influencer personality. So that means it's more of LO personality. That means they can take risk. Okay. Right? Because along with the leaders, mostly they also take risk. Mostly, right? That's why all the entrepreneurs, right? Even you is doing this. Like, you need to take the risk. Okay. If I am feel so comfortable when everything to be organized, everything to come in effect with that perfection, maybe you couldn't do this many videos, right? No. 4 വർഷമായിട്ട് ആ ഒരു വീഡിയോസ് ചെയ്തു, ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. So as you moved, you took that simple step. Even that is a risk. വേറൊരു ആൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. So you took a risk. So even though there is a impulsivity, there is a infatuation. So അതിനകത്ത് പറയാം 3I ആണ്. So you are influencer, you are impulsive, you are infatuated. So sometimes we go a little bit away. ചില ആൾക്കാർ ഒന്നും ചിന്തിക്കാതെ ഒരു റിസ്ക് എടുക്കുന്നത്. അപ്പോൾ അതാണ് ആ ഒരു personality ഒരു negative. When you are taking too risk, then it is a bigger problem. Okay. So that's another factor. So if without risk, we can't grow. Okay. We can't take new challenge. We can't expand. So this is a very important aspect of our life that we need to. So let's go on the other side, where is the other person is a steady person. Mother. They are mother, like a mother nature. So that means they love that, the steadiness, regular activity. So they don't want to move away from what they do. They are very comfortable in what they believe, what they do, and where they are. So that means they are very good, but for those people, those who are like a steady job, so they want nothing else to change in my life, and then they go with that. Okay. So those people, but they are really good people, but caring people.
But imagine, here's where if you are steady all the time, how can you make a progress in the life? അതെ So there's no progress. അവർ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഒരു കംഫർട്ടബിൾ സോണിലാണ്. They are in the comfort zone. ഈ കംഫർട്ടബിൾ സോണിലുള്ള ആൾക്കാരാണ് ശരിക്കും നമ്മൾ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ കംഫർട്ടബിൾ സോണിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാ. അതെ. സോ ജോലിയിൽ നമ്മൾ കംഫർട്ടബിൾ ആണ്. അപ്പം സോ ദേ ഡോണ്ട് ഹാവ് എ റിസ്ക്. സോ ദെൻ വാട്ട് ഇമാജിൻ ലൈക്ക് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ജോലി ചെയ്ത് ജീവിക്കുന്ന സമയത്ത് നമുക്കൊരു ഫിക്സ്ഡ് ഇൻകം, ഫിക്സ്ഡ് സാലറി, ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം വിത്തിൻ ദാറ്റ് ലിമിറ്റേഷൻ വി ലീവ്. അതെ. So if they are not taking risk to learn new things, to do new things, so then there is no expansion. Or they are not growing. Or the life is there is no progress in the life. No. Okay. നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പ്രോഗ്രസ് ആണ്. നമ്മൾ ഒരു കാര്യം ചെയ്തു, അത് മുമ്പോട്ട് ചെയ്ത് ചേർന്ന് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്രീഡം ചെയ്യും. ആ ഫ്രീഡം കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു പേഴ്സണലി നമ്മൾ ഫുൾഫിൽമെന്റ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു നമുക്ക് അതുപോലെ 3 F1 ഞാൻ പറയുന്നത്. ഒന്ന്, നമുക്ക് വി ഓൾ വാണ്ട് എ ഫ്രീഡം. അത് നമുക്ക് സമാധാനം അല്ലെങ്കിൽ നമ്മൾ സന്തോഷം കിട്ടുന്നതാണ്. നമുക്ക് ഫ്രീഡം വേണം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫുൾഫിൽമെന്റ് വേണം. അതായത് ചില കാര്യം നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് നമ്മുടെ ഡ്രീംസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളുണ്ട്. അത് നേടിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഫുൾഫിൽമെന്റ്. അതുപോലെ ഹാപ്പിനെസ് അല്ലേ? അത് ഹാപ്പിനെസ് ആണ്, അപ്ലിഫ്റ്റിംഗ് ആണ്. അതുപോലെ ഒരു ലാസ്റ്റ് ആണ് ഫ്ലോ. നമുക്ക് എവറി ഡേ യു നീഡ് ടു ഹാവ് എ മൊമെന്റം. വി നീഡ് ടു മൂവ് ലിറ്റിൽ ബിറ്റ്, വൺ സ്റ്റെപ്പ്. വെൻ യു ആർ മൂവിംഗ് ഫോർവേഡ്, we are feeling that flow. Even a half an inch. Yes. That makes a big difference. In concluding, so when you say this 4 kind of personality, either you are like a leader, or either you are a very cautious person, or you are a steady person, or if you are like a risk taker. So imagine if you can take you can take your leadership every day in your life, and also you can bring some magic with that risk taking, and also you can be steady in what you are doing well, but also you can take some precautions while you are leading. Okay. Because you need to have research. We need to have logic and emotion. So when you are combining this is all the aspect of your life, this is also very like a in a relationship also this is very important. Sometimes we have to take risk. Sometimes you have to be steady. Sometimes you have to be cautious. Sometimes you have to lead. So but imagine who as a person what is your strength? And that strength how can you use? And in the relationship, am I going in that extreme of that pattern or extreme of that personality? So is it impacting your relationship? That's what you need to check in. Okay, thank you അജയ്. അപ്പോൾ അജയ് പറയുന്നത് നമുക്ക് 4 ക്യാരക്ടേഴ്സാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ പേഴ്സണാലിറ്റീസാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മൾ ആ പേഴ്സണാലിറ്റി മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ കൂടെ താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഇങ്ങോട്ട് സ്വഭാവം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അത് കഴിഞ്ഞ് ഒരുപാട് നമ്മൾ ഫോഴ്സ് ചെയ്ത് അവരെ ഒരു ബാഡ് പൊസിഷനിലേക്ക് ആക്കാതെ നമ്മൾ അവരെ കെയർ ചെയ്ത് അവരെ ഒന്നെങ്കിൽ നമ്മുടെ പാതയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മളും അവരെ അവരെ പാതയിൽ തന്നെ വിട്ടുകൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക്, സമാധാനപരമായ കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് സഹായിക്കണം അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? Everyone have their own values. Correct. Because nobody want to be a lead in somebody else's shoes. You don't want to be a slave. No. So that then they can be themselves. You can be yourself, I can be myself, but we are holding hands and moving in the journey. അത് തന്നെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഫാമിലി ലൈഫും അതുപോലെ വ്യക്തിപരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. പിന്നെന്താ പറയുന്നത്, ഇതിപ്പം നിങ്ങൾക്ക് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്ത് നമുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. നമ്മൾ തന്നെ വേണം നമ്മുടെ ചേഞ്ചസ് വരുത്താനായിട്ട്, എങ്കിലേ നടക്കുകയുള്ളൂ. ഇത് നമ്മളെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ അജയെ വിളിക്കാം. ഞാൻ അജയുടെ ഫോൺ നമ്പർ കൊടുക്കുന്നതാണ്. അജയ് എനി ടൈം ഹാപ്പി ടു ഹെൽപ്പ് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Thank you അജയ്. Thank you.